ഹലോ നമസ്കാരം. പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇതിന് മുന്നേറ്റ പാർട്ട് 1 പാർട്ട് 2 ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. നമുക്ക് നേരെ ഡ്രോയിങ്ങിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ചെയ്യുന്നത് ലിപ്സിൻ്റെ ഡ്രോയിങ് ആണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് റെഫറൻസിൽ നിന്നും കളർ പിക്ക് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ലിപ്സിൽ നിന്നും ഡാർക്ക്, ഹൈലൈറ്റ്, അതുപോലെ മിഡ് ടോണ്. അപ്പോൾ ഈ 3 കളർ ഞാൻ ഇവിടെ പിക്ക് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ കളർ പാലറ്റുകൾ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പുതിയൊരു ലെയറിലാണ്. ഒരിക്കലും ഡ്രോയിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലെയറിൽ കൊണ്ടുവന്ന് കളർ പാലറ്റ് വെക്കരുത്. ഇനി ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ലിപ്പിൻ്റെ കളറൊക്കെ ആഡ് ചെയ്യുന്ന ആ ഒരു ലെയറിലായിരിക്കും. അങ്ങനെ ലെയറൊക്കെ എടുത്തതിന് ശേഷം ബ്രഷ് സെലക്ട് ചെയ്യുക, പെൻ ഫെയ്ഡ് യൂസ് ചെയ്യുക. പെൻ ഫെയ്ഡിൻ്റെ ഫോഴ്സ് ഫീഡ് ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് നേരത്തെ സെലക്ട് ചെയ്ത് വെച്ച കളറിൽ നിന്നും ഡാർക്ക് കളർ ഞാൻ പിക്ക് ചെയ്തിട്ട് അത് ബേസ് ആയിട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട്. അങ്ങനെ ആ ഒരു കളർ അപ്ലൈ ചെയ്തതിന് ശേഷം പുതിയൊരു ലെയർ എടുക്കുക. ആ ലെയറിലായിരിക്കും അടുത്ത കളർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു ഡാർക്ക് കളർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഈ ഒരു ബ്ലാക്ക് ഏരിയയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിൾ സ്റ്റെപ്സിലാണ് നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നത്. ഐബിസ് പെയിൻറ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ആപ്ലിക്കേഷനും കൂടിയാണ്. സ്കെച്ച് ബുക്കിനേക്കാൾ കുറച്ചും കൂടി ഇഷ്ടം ഐബിസ് പെയിൻറ്റ് തന്നെയാണ്. ഇനി അടുത്ത ലിപ്പിലേക്ക് വരുന്ന ചെറിയ ചെറിയ ലൈൻസുകൾ ആഡ് ചെയ്യാനായിട്ട് ഡിപ്പ് പെൻ, സോഫ്റ്റ് ബ്രഷ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് യൂസ് ചെയ്തുകൊണ്ട് വളരെ ലൈറ്റായിട്ട് ഒരു 0.8 px യൂസ് ചെയ്തുകൊണ്ട് ബ്രഷിൻ്റെ സൈസ് എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഹൈലൈറ്റ് ആഡ് ചെയ്യാനായിട്ട് നേരത്തെ യൂസ് ചെയ്ത പെൻ ഫെയ്ഡ് ബ്രഷ് എടുത്തിട്ട് പിക്ക് ചെയ്ത് വെച്ച ആ ഒരു ഹൈലൈറ്റ് കളർ എടുത്തിട്ട് ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടടുത്ത് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഹൈലൈറ്റ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഏകദേശം ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നേരത്തെ ഹൈഡ് ചെയ്ത് വെച്ച പിക്കുകളൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു റിയലിസ്റ്റിക് രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ലൈറ്റ്സുകളും കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ കൊടുത്ത ആ ഒരു ഹൈലൈറ്റിന് ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി റിയലിസ്റ്റിക് ആയിട്ട് വരും. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പാസിറ്റിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കളർ ആഡ് ചെയ്യുന്നതിന് മുന്നേ പറയാനുള്ളത്, ഒരു പുതിയൊരു ലെയർ എടുക്കുക, എന്നിട്ട് അതിനെ ക്ലിപ്പ് എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്ത ബേസ് കളറിൻ്റെ മേലെയായിട്ട് ഒരു ക്ലിപ്പ് എന്ന ഓപ്ഷൻ ആഡ് ചെയ്യുക. അതാകുമ്പോൾ നമുക്ക് മേലെയിട്ട ഹൈലൈറ്റിൻ്റെ മേലെ ആവില്ല, അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക്
ഔട്ട്ലൈനുള്ളിലും ആവില്ല. ഈ ഒരു ബേസ് കളറിനുള്ളിൽ മാത്രം നമുക്ക് ചെറിയ രീതിയിൽ ഹൈലൈറ്റ് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഹൈലൈറ്റുകളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഹൈലൈറ്റ് കുറച്ച് ഓവറാണെങ്കിൽ മാത്രം നേരത്തെ കൊടുത്ത ബേസ് കളർ ഒന്നും കൂടി പിക്ക് ചെയ്തിട്ട് പെൻ ഫെയ്ഡ് ബ്രഷിന് യൂസ് ചെയ്തിട്ട് ചെറിയ ലൈന് വരുന്ന രീതിയിൽ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ലൈന് വരുന്ന രീതിയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് വന്ന രീതിയിൽ കാണാം. അങ്ങനെ ഐബിസ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് മറ്റു പാർട്ടുകളുമായിട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.